വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേയിൽ നമ്മൾ രാവിലെ തന്നെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. രാവിലെ എല്ലാം നല്ല ലേറ്റ് ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എഴുന്നേക്കാൻ ലേറ്റ് ആയിട്ടോ. അപ്പോൾ എഴുന്നേറ്റ പാട് ഞങ്ങൾ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. അപ്പോൾ പോകുന്ന വഴിയിലേ മക്കൾ 2 ഐസ്ക്രീം എല്ലാം വാങ്ങിയിരുന്നു. നമ്മുടെ കോൺ ഐസ്ക്രീം അപ്പുണ്ണി വാങ്ങിയതായിരുന്നു. കുഞ്ഞു ബോൾ ഐസ്ക്രീം ആയിരുന്നു വാങ്ങിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുഞ്ഞുവിൻ്റെ സ്വഭാവം മാറി അവൻ കോൺ ഐസ്ക്രീമിന് വേണ്ടി വാശി പിടിച്ചിട്ടോ. പിന്നെ ദേ മിന്നാമിന്നി, പണ്ട് മഞ്ചാടി എന്നായിരുന്നു അതിന് പറയുക, ആ ഒരു സിപ്പ് വാങ്ങിയിട്ടുണ്ട്. അത് എനിക്കാണ്. പിന്നെ കുറച്ച് സാമ്പാർ കഷ്ണങ്ങളും പിന്നെന്താണ് നമ്മൾ ബീഫെല്ലാം കഴിഞ്ഞ് പോയിരുന്നു കേട്ടോ. സാമ്പാർ കഷ്ണവും പരിപ്പും അതുപോലെ തന്നെ ബീഫ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലിവർ വാങ്ങിയിട്ടുണ്ട്. ലിവർ ഇവിടെ ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ, ഞാനും അമ്മയും മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ പൊറോട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾ പൊറോട്ട വേണമെന്ന് 2 ദിവസമായി പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ദേ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ സിപ്പപ്പ് എല്ലാം കഴിച്ചു കുടിച്ചു. അപ്പുണ്ണി അപ്പോൾ പറയാണ് കുറച്ച് സിപ്പപ്പ് അതിലേക്ക് ഒഴിച്ചതാന്ന് പറയാണ് കേട്ടോ. നമ്മുടെ ഈ മഞ്ചാടി സിപ്പപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതായത് നമ്മുടെ ഉപ്പിലിട്ട മാങ്ങേൻ്റെയും ചെറിയൊരു മധുരവും പുളിയും ഉപ്പും ഒക്കെ ഉള്ളൊരു സിപ്പപ്പാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അങ്ങനെ അതെല്ലാം കുടിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞുണ്ണിയാണെങ്കിൽ എപ്പോഴും അങ്ങനെ കേട്ടോ. അവൻ എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് വാങ്ങും, എന്നിട്ട് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ അപ്പുണ്ണിയുടെ സാധനം വേണം. അങ്ങനെ ഞങ്ങൾ ഈ അകത്തോട്ട് കയറി വന്നപ്പോഴാണ് ശ്രദ്ധിച്ച കമ്മൽ കാണുന്നില്ല ഗൈസ്. കമ്മൽ എവിടെയെന്ന് ഇങ്ങനെ ഞാൻ തിരയുന്നുണ്ട്. പോകുന്ന പോക്കിൽ എവിടെയോ വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, ആ കമ്മലും കൂടെ ഊരി ഞാൻ മാറ്റിയാണ് കേട്ടോ. വെറുതെ എന്തിനും ഒറ്റ കഥയിലിട്ട് നടക്കുന്നത്. അപ്പോൾ അതും കൂടെ ഊരി മാറ്റി കേട്ടോ. അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ കുറച്ച് പച്ചിരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ പപ്പായ ഏകദേശം പഴുത്തൊരു സൈഡ് എന്താ പറയുന്നത് കേടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ കഴിക്കണുണ്ട്, അല്ലെങ്കിൽ നാശമായി പോകും ഗൈസ്. അപ്പം അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഇനി നമുക്കിന്ന് സാമ്പാർ വെക്കണം. നമ്മൾ സൺഡേ ഉണ്ട് കുറച്ച് ബീഫ് വാങ്ങാമെന്ന് വെച്ച് പോയതാണ്. ഞങ്ങൾ എഴുന്നേക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കിട്ടിയില്ല കേട്ടോ. എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിവർ വാങ്ങിയത് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുന്നത് പച്ചക്കറി ആയതുകൊണ്ട് കഴിക്കാൻ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയട്ടെ കുറച്ച് ലിവർ വാങ്ങിക്കൊണ്ടാറ്. എനിക്ക് ഈ ലിവർ വരട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനൊന്നും കഴിക്കുകയല്ല. അപ്പം ഞാനും അമ്മയും കഴിക്കും. അങ്ങനെ സാധനങ്ങളെല്ലാം അടുക്കളയിൽ ഓരോന്നോരോന്നായി കൊണ്ടുവച്ചിട്ടോ. പിന്നെ ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, പല്ല് തേച്ച പാടും അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് പോവുക ചെയ്തത് കേട്ടോ. അങ്ങനെ പൊറോട്ട അതുകൊണ്ടാണ് വാങ്ങിയത്. അമ്മയോട് ഒന്നും വെക്കൊന്നും വേണ്ട. പിന്നെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ പാടും പറയുന്നുണ്ട് അപ്പുണ്ണി പൊറോട്ട വേണം കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് പൊറോട്ട വാങ്ങുന്നത്. പിന്നെ ഏട്ടന് പൊറോട്ടയോട് വലിയ കമ്പല്ലാത്തതുകൊണ്ട് ഏട്ടൻ 2 ദോശ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദേ മക്കൾക്ക് 2 ഓരോ പ്ലേറ്റിൽ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുണ്ണി അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയാണെങ്കിലും ദോശയാണെങ്കിലൊക്കെ കുറച്ചെണ്ണൊക്കെ വെള്ളത്തിലിട്ട് അവന് പുതിർത്തി അങ്ങനെ കളിക്കണം. നമ്മുടെ അപ്പുണ്ണി എന്തിനോ വേണ്ടി വാശി പിടിച്ച് അവിടെ ഇരുന്ന് കരിയായിരുന്നു കേട്ടോ. പിന്നെ സോൾവ് ആക്കി അവന് ഭക്ഷണം ലേട്ടൻ വാരി കൊടുത്തു. പിന്നെ കടലക്കറിയായിരുന്നു നമ്മൾ പൊറോട്ടയ്ക്ക് വാങ്ങിയത്. പൊറോട്ടയ്ക്ക് ദോശയ്ക്കും കൂടെ കടലക്കറിയാണ് വാങ്ങിയത്. 2 കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊറോട്ട എടുത്തു, ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അമ്മതേ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. അതെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പാർ സെറ്റാക്കണം. പിന്നെ ലിവറും കൂടെ കേട്ടോ. അങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് ലിവർ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല എരിവിൽ വെക്കണം കേട്ടോ. എരിവിൽ വെച്ചാൽ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ പരിപ്പെല്ലാം ആദ്യം അമ്മ വേവിച്ചതിന് ശേഷമാണ് പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. അമ്മ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ നേരെ എന്താ പറയുന്നത് വേറൊരു ടൈപ്പിലാണ് അമ്മ സാമ്പാർ ഉണ്ടാക്കാറ്. ഞാനാണ് ഈ സാമ്പാർ പരിപ്പും സാമ്പാർ കഷ്ണങ്ങളും ഒക്കെ ഒപ്പരിട്ടിട്ടൊക്കെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാറ്. അമ്മ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. പക്ഷെ അമ്മ വെക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ അതേ ലിവർ ഇവിടെ അമ്മ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ കഷ്ണങ്ങളായിരുന്നു കേട്ടോ ലിവർ. അങ്ങനെ പപ്പായൊക്കെ എല്ലാം മുറിച്ചു അരിഞ്ഞ് ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കി വെച്ച് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ എടുത്ത് കഴിച്ചോളല്ലോ. പിന്നെ പപ്പായ നമ്മുടെ അപ്പുണ്ണിയും കുഞ്ഞും കഴിക്കില്ല, ഞാനും അമ്മ ഏട്ടനൊക്കെ തന്നെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഇവിടെ മഴ, രാവിലെ ഒന്നും ഇപ്പോൾ പെയ്യാറില്ല. ഇനി അങ്ങോട്ടേക്ക് മഴ പ്രതീക്ഷിക്കുക ഏത് നേരം. പിന്നെ അടുക്കളയെല്ലാം ജോലികളെല്ലാം കഴിഞ്ഞ് ഇവിടെ അമ്മ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കുക, പിന്നെ റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ എടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ. ചോറൊക്കെ പിന്നെ രാവിലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൈര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൈര് കൂട്ടണം കേട്ടോ ചോറിൻ്റെ കൂടെ. ഒന്നുമില്ലെങ്കിലും വെറും തൈരാണെങ്കിലും ഏട്ടൻ കൂട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ലിവറായിരുന്നു. ലിവർ വരട്ടിയത് അടുപ്പത്ത് നിന്ന് സെറ്റായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഡ്രൈ പോലെ ആക്കി എടുക്കുന്ന കേട്ടോ. നമ്മൾ ആ കുരുമുളകും എല്ലാം കൂടെ അങ്ങ് പിടിച്ച് എന്താ പറയുന്നത് ഒരു ഡ്രൈ രൂപത്തിലാകുമ്പോൾ അങ്ങനെ പെറുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കറിയായിട്ട് പിന്നെ നമുക്ക് ഒഴിച്ചെറിയായിട്ട് സാമ്പാറുണ്ടല്ലോ. പിന്നെ എനിക്ക് ഈ സാമ്പാറിനൊപ്പം എന്തെങ്കിലും വേണം കേട്ടോ. സാമ്പാറാണെങ്കിൽ പപ്പടത്തിനോട് വലിയ കമ്പല്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു ഉണക്കലാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിനോട് എനിക്ക് ഉണക്കൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉണക്കലോ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ടാണ് വെറും സാമ്പാറാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് ബീഫ് കിട്ടാത്തതുകൊണ്ട് ഏട്ടാ എനിക്ക് കുറച്ച് ലിവറെങ്കിലും വാങ്ങി തരും എന്ന് പറഞ്ഞത്. പിന്നെ ലിവർ കഴിച്ചിട്ട് കുറേ ആയിട്ടോ. അങ്ങനെ സാമ്പാറെല്ലാം വറവിട്ട് അമ്മയോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്ക് ഓരോന്നൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഇതായിരുന്നു കാഴ്ച, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഫ്രണ്ടിൽ എപ്പോഴും നമുക്ക് വാതിൽ തുറന്നിട്ട് നിൽക്കാനും പറ്റില്ല. നമ്മുടെ കുഞ്ഞുണ്ണിയൊക്കെ ഉണ്ടെങ്കിൽ ആകെ സീനാവാം, താഴോട്ടൊക്കെ നോക്കുമെന്നുള്ള പേടിയും കൂടെ എപ്പോഴും മുന്നത്തെ ഡോർ നമ്മൾ അടച്ചിട്ടുകൊണ്ടാണ്. പിന്നെ അവർ ഉറങ്ങുന്ന സമയത്ത് അവന് ഉള്ളിൽ എന്തെങ്കിലും കളിക്കുകയോ അമ്മൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനും പുറത്തോട്ട് ഇറങ്ങി നോക്കാറുണ്ട്. പക്ഷെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. ചെറിയ കാറ്റും തണുപ്പ് എന്താ പറയുന്നത്, നല്ല രസമാണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാൻ. പിന്നെ ഞങ്ങൾ ഉള്ളപ്പോൾ എന്താ പറയുന്നത് കുഞ്ഞിനെയൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ കൊണ്ടുപോകും. അവൻ്റെ എന്താ പറയുന്നത് അവൻ്റെ മേലിലാണ് നമ്മളെല്ലാം കാണും. പിന്നെ അപ്പുണ്ണി പറഞ്ഞതൊക്കെ കേട്ടോളൂ, അവനോട് ഇറങ്ങരുത് പറഞ്ഞാൽ അവൻ ഇറങ്ങുന്നില്ല കേട്ടോ. കുഞ്ഞുണ്ണിയാണ് പറഞ്ഞാൽ കേൾക്കാത്ത സന്തതി. അപ്പോൾ അതേ ഇവിടെ മുന്നിലൊക്കെ കാഴ്ചയുണ്ട്. കുറച്ച് നേരം നിന്നും മഴയത്ത് ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ ചെറിയ എന്താ പറയുക തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന്. ഞങ്ങളല്ല ഞാൻ കേട്ടോ. അങ്ങനെ വരാന്തൊക്കെ ശൂന്യമായി കിടക്കുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നിട്ട് അവിടെയൊക്കെ ആ റൂമിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ആരും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഉച്ചയ്ക്ക് ചോറുന്ന സമയപ്പോൾ അമ്മ ചോറെല്ലാം വിളമ്പി വിളിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടന് തൈരും സാമ്പാറുമാണ്, എനിക്ക് ലിവറും സാമ്പാറാണ് കേട്ടോ. ലിവർ ഫ്രൈ ആണ്, ലിവർ പെരട്ട് ഒക്കെ പറയാം. പിന്നെ ഇതേ വൈകുന്നേരം ആയപ്പോൾ തന്നെ ചോറ് കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം കിടന്നു ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ നല്ലോണം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളമ്മ കുളിപ്പിച്ച് ഒരു ഉറക്കൊക്കെ ഉറക്കിട്ടോ. അപ്പുണ്ണി ഉറങ്ങിയില്ല, കുഞ്ഞുണ്ണി ഉറങ്ങിയിരുന്നേ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായ എല്ലാം സെറ്റാക്കിയിട്ട് അമ്മ വിളിച്ചിട്ട് മോളെ ചായ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അമ്മ രാവിലെ പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലിവറും കൂടെ കൂട്ടിയിട്ട് അമ്മ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. മക്കൾക്കും ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ കേട്ടോ. പിന്നെ ഞാനും ചായ എടുത്ത് ഞാൻ ചായൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മിക്സറാണ് എടുത്തിട്ട്, നല്ല മധുരമുള്ളൊരു മിക്സർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ വരുമ്പോൾ മസ്താനി അൽഫാം കൊണ്ടുവന്നത് കേട്ടോ. നമ്മുടെ ഒരു വീഡിയോയിൽ അപ്പുണ്ണി ഞാനും ഏട്ടനും പോയി ഇത് കഴിക്കുന്ന വീഡിയോ കണ്ടിട്ട് അവൻ എപ്പോഴും പറയുന്നു അച്ഛൻ എനിക്കത് വാങ്ങിത്തരണം, എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അവന് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ മസ്താനി അൽഫാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2 പീസ്. പിന്നെ റൊട്ടിയാണോ ബട്ടർ നാനാണോ അറിയില്ല, എന്തോ ഒരു സംഭവം കൊണ്ടു, കുറച്ച് കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുവിൻ്റെ കൺട്രോളെല്ലാം പോയി. അമ്മയെ മീമി കൊണ്ടാന്നാണ് അവൻ പറയുന്നത് കേട്ടോ. കാണുമ്പോൾ നമുക്ക് മീനൊക്കെ അങ്ങനെ വറുത്തൊരു രൂപമൊക്കെയാണ് തോന്നുക. അപ്പോൾ അവനെ പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ മീനാ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാനിതേ ഒരു പീസ് എടുത്ത്, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് നല്ല അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സ്പൈസിയാന്ന് തോന്നും, പക്ഷെ അത്ര വലിയ സ്പൈസി ഒന്നും അല്ല കേട്ടോ. എന്നാലും എരിവുണ്ട്, ചെറിയൊരു മധുരമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ അതേ അപ്പൂനും കുഞ്ഞൂനും കുഞ്ഞൂനും ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അപ്പൂനും ക്ഷമയില്ലാണ്ട് അപ്പു ഒരു പീസ് എടുത്ത് വാരിട്ടൊരു സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾക്ക് രണ്ടാക്കും ഓരോ പ്ലേറ്റിൽ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുണ്ണിയും കുഞ്ഞുണ്ണിയും നല്ലോണം ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടോ. എന്താ പറയുന്നത്, ചിക്കൻ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വെള്ളമാണ് അവർ കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്ക് ഇത് ഇങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റം കൊടുത്താൽ മതി, എന്നാൽ പിന്നെ വെള്ളവും പോയിക്കോളും. അതുകൊണ്ട് അപ്പുണ്ണി നല്ലോണം ഒരു കപ്പോളം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുണ്ണിയും വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പീസ് കഴിക്കും പിന്നെ വെള്ളം കുടിക്കും, ഓരോ പീസ് കഴിക്കും പിന്നെ വെള്ളം കുടിക്കും, അങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ മയണൈസൊക്കെ കിട്ടിയിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് നമ്മളെ മക്കളെല്ലാം നല്ലോണം ആസ്വദിച്ചിരുന്ന് കഴിച്ചു. പിന്നെ കുഞ്ഞുണ്ണി വെള്ളവും നന്നായി കുടിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.